ഇതാ സമയമാഗതമായിരിക്കുന്നു. ഇനി അധികം വൈകേണ്ടതില്ല. നമ്മുടെ രാക്ഷസ സമൂഹത്തിന് ഒന്നടങ്കം ഏറ്റവും ഐതിഹാസികമായ മുഹൂർത്തമാണിത്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ആ മായാകവചം മറികടന്ന് അതിന്റെ മറുവശത്തേക്ക് പോകുന്നതാണ്. പിന്നീട് അതിനുശേഷം നാം നമ്മുടെ പിതാവിനെ രാക്ഷസരാജൻ വികടന് വീണ്ടും ജീവൻ പകരുന്നതാണ്. രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ. അങ്ങ് പറഞ്ഞാലും മുന്നറിയിപ്പില്ലാതെ രാജ്യസഭ വിളിച്ചുകൂട്ടിയതിന്റെ ആവശ്യകത എന്താണ്? കാര്യം എന്താണെന്ന് അങ്ങ് ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാവരോടും പറയുകയാണ്, ഇന്ന് സഭയിലുള്ള എല്ലാവരും അറിയാൻ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് നിങ്ങളെ ഏവരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടി വന്നത്. നാം അത്യധികം ദുഃഖത്തോടുകൂടി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മഹാരാജാവിന്റെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിശ്രമമാണ് വേണ്ടത്. ഇനി നാം നിങ്ങൾക്ക് വേണ്ടി മഹാരാജാവിന്റെ രാജലിഖിതത്തിൽ എഴുതിയ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. നാം രൂപനഗരത്തിന്റെ മഹാരാജാവ് വിക്രമദേവൻ ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഒരു പ്രധാന കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആരോഗ്യനില ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വിശ്രമം ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് രാജകുമാരിയുടെ സ്വയംവരത്തിൽ ഒരു തടസ്സവും ഉണ്ടാവരുത്. നാം മുമ്പ് തീരുമാനിച്ചതുപോലെ രാജകുമാരിയുടെ സ്വയംവരത്തിന് ശേഷം രൂപനഗരത്തിന്റെ പുതിയ രാജാവ് കുമാരദേവന്റെ രാജ്യാഭിഷേകം നടക്കുന്നതാണ്. അതുപോലെ നാം സ്വയം രാജകുമാരിയുടെ സ്വയംവരത്തിന്റെയും കുമാരന്റെ രാജ്യാഭിഷേകത്തിന്റെയും വേളയിൽ എത്തിച്ചേരുന്നതാണ്. അതുവരേക്കും ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, സ്വയംവരത്തിന് എത്തിച്ചേരുന്ന അതിഥികളുടെ മുമ്പിൽ നമ്മുടെ രൂപനഗരത്തിന്റെ അഭിമാനം ഉയർത്തുകയാണ് വേണ്ടത്. പിതാശ്രീക്ക് എന്താ സംഭവിച്ചത്? രൂപോധി, നീ എന്താണ് ഇവിടെ? അവിടത്തേക്ക് അറിയാമല്ലോ രാജകുമാരി, മഹാരാജന്റെ ആരോഗ്യനില ഏറെ ദയനീയമാണ്. രാജവൈദ്യൻ കുറച്ചു ദിവസങ്ങളായി മഹാരാജാവിനോട് വിശ്രമം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അഥവാ മഹാരാജൻ ഇനിയും വിശ്രമം എടുത്തില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടമാകും. എല്ലാം മനസ്സിലായി. എന്നാൽ പിതാശ്രീയെ കാണാൻ നമുക്ക് അനുവാദം നൽകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? കാവൽക്കാർ പോലും നമ്മെ തടയാൻ ശ്രമിക്കുകയാണ്. നാം പിതാശ്രീയെ കാണാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് പിതാശ്രീയെ നമ്മുടെ നേത്രങ്ങളാൽ കണ്ടേ മതിയാകൂ. ആശ്ചര്യം. വാസ്തവത്തിൽ അങ്ങേയറ്റം ആശ്ചര്യമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് മഹാരാജാവിന്റെ അസുഖം ഇത്രയും വർദ്ധിക്കുന്നത് തികച്ചും അസാധാരണമാണ്. നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അരുന്ധതി തന്നെയായിരിക്കും ജ്യേഷ്ഠത്തിയെ പറഞ്ഞു വിട്ടത്. നാം അങ്ങയോട് അവളെ തടയണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അങ്ങ് ഇനി പിതാശ്രീയിൽ നിന്നും അകന്നു കഴിയാൻ പഠിക്കേണ്ടതാണ് രാജകുമാരി. ഇന്നല്ലെങ്കിൽ നാളെ കുമാരിക്ക് സ്വന്തം ഭർത്തൃഗൃഹത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ്.
ആ സമയത്ത് പിതാശ്രീയെ കാണാൻ ആഗ്രഹമുണ്ടായാൽ അപ്പോൾ എന്തു ചെയ്യും? നാം ഒരു കാര്യം അറിയിക്കട്ടെ. നമ്മുടെ ഈ സഭയിൽ വളരെ സവിശേഷമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ സകല രാജ്യങ്ങളിലെയും രാജകുമാരന്മാരെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി അവരെല്ലാവരും നാളത്തെ സ്വയംവരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ രൂപനഗരത്തിന്റെ അഭിമാനം നമ്മുടെ കയ്യിൽ തന്നെയാണ്. എന്താ, ശരിയല്ലേ? മധുരം സ്വീകരിക്കൂ. മധുരം സ്വീകരിച്ചാലോ? വന്നാലും വന്നാലും സ്വീകരിക്കൂ. നിങ്ങൾ സ്വീകരിക്കൂ. നിങ്ങൾ എല്ലാ ദിവസവും എന്തെല്ലാം ജോലികൾ ചെയ്യുന്നവരാണ്. മധുരം സ്വീകരിക്കൂ. അതെ അതെ, നാം നൽകാം. നിങ്ങൾ അകത്തേക്ക് ചെല്ല്. എല്ലാവരും മധുരം സ്വീകരിച്ചല്ലേ? നിങ്ങൾ എന്താ നിൽക്കുന്നത്? നിങ്ങളും ചെല്ലൂ. ഇദ്ദേഹം മധുരം സ്വീകരിച്ചില്ല. മധുരം കൊടുക്കാല്ലേ? ഇത് ചടങ്ങിന്റെ ഒരു ഭാഗമാണ്. കഴിച്ചോളൂ. ഇതാ, നിങ്ങൾ ഇതും കൂടി സ്വീകരിക്കും. നിങ്ങളിരുവരും എത്ര നേരം ഇവിടെ തന്നെ നിൽക്കുന്നു? നിങ്ങളുടെ കാര്യം മറന്നുപോയി. ഞങ്ങൾ എന്താ ചെയ്യാ? മധുരം കഴിക്കൂ. രാജകുമാരി തന്നെ നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, നിങ്ങൾ മധുരം കഴിച്ചാലും. കഴിക്കുന്നേ. ഇത് നിങ്ങളും കഴിക്കൂ. എന്തുപറ്റി? കഴിച്ചോളൂ. കഴിച്ചോളാം, വൈകാതെ കഴിച്ചോളാം. അല്ല, നിങ്ങൾ ഇരുവരും ദിവസം മുഴുവൻ ഇങ്ങനെ നിൽക്കല്ലേ? നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? നാം അല്ലേ പറയുന്നത്, നിങ്ങൾ ഇത് കഴിച്ചോളൂ. കഴിച്ചോളൂ. കഴിക്ക്.